Good morning, students. Today we are going to study about the design of tension members. So, എന്താണ് tension members എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. Tension members are those members which are subjected to direct axial tension force. Tensile force കടന്നു പോകുന്ന ഏതൊരു മെമ്പറിനെയും ടെൻഷൻ മെമ്പർ എന്നാണ് വിളിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വി ആർ സ്റ്റഡിങ് അബൌട്ട് സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ ഏതൊക്കെ തരത്തിലുള്ള മെമ്പേഴ്സിലാണ് ആക്സിയൽ ഫോഴ്സ് ടെൻഷൻ കൊണ്ടുണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതാണ് ഈ കാണുന്ന ഫിഗേഴ്സ്. സാധാരണഗതിയിൽ റൂഫ് ട്രസ്സിൽ ടൈ മെമ്പേഴ്സ് ആർ ജനറലി ടെൻഷൻ മെമ്പേഴ്സ്. റൂഫ് ട്രസ്സിൻ്റെ ഏറ്റവും ബോട്ടം മോസ്റ്റ് മെമ്പേഴ്സ് ആണ് ടൈ മെമ്പേഴ്സ്. ഓക്കെ, ദീസ് ടൈ മെമ്പേഴ്സ് ജനറലി എക്സ്പീരിയൻസ് ടെൻസൈൽ ഫോഴ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തത് കേബിൾ സ്റ്റേയ്ഡ് ബ്രിഡ്ജസ് അല്ലെങ്കിൽ സസ്പെൻഷൻ ബ്രിഡ്ജസ്. അപ്പോൾ കേബിൾ സ്റ്റേയ്ഡ് ഇതുപോലെ കേബിൾ സപ്പോർട്ട് ചെയ്യുന്ന ബ്രിഡ്ജസിൽ കേബിൾസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ടെൻഷൻ ഫോഴ്സ് ആണ്. അതുപോലെ തന്നെ സസ്പെൻഷൻ ബ്രിഡ്ജിലെ ഈ കാണുന്ന സസ്പെൻഡേഴ്സ് ദീസ് ഓൾസോ എക്സ്പീരിയൻസ് ടെൻസൈൽ ഫോഴ്സ്. അപ്പോൾ ഈ സസ്പെൻഡേഴ്സിനായാലും ഈ കേബിൾസിനായാലും ഇവയ്ക്കൊക്കെ സ്ട്രെച്ച് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ആയിട്ട് കാണാം. ഇനി അടുത്ത് നോക്കുക സസ്പെൻഡഡ് ബിൽഡിങ്സ്. അപ്പോൾ സസ്പെൻഡഡ് ബിൽഡിങ്സിനെ സംബന്ധിച്ചിടത്തോളം അതിലെ പ്രധാനപ്പെട്ട എലമെൻറ്റ്സിനെല്ലാം നമ്മൾ ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് പറഞ്ഞ പോലെ തന്നെ വി യൂസ് സസ്പെൻഡേഴ്സ് ടു സപ്പോർട്ട് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് ആണ് ഈ സസ്പെൻഡഡ് ബിൽഡിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് റൂഫ് പർലിൻ സിസ്റ്റം. റൂഫ് പർലിൻ സിസ്റ്റമിൽ ഇവിടെ നോക്കുക, നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ ഫാബ്രിക്കേഷൻ വർക്കുകളിലൊന്നും കാണുന്ന ഒരു സംവിധാനമല്ല. സാധാരണഗതിയിൽ ഇവിടെ നോക്കുക, ഒരു 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 പിച്ച്ഡ് റൂഫ് നമ്മൾ ട്രസ് ഉപയോഗിച്ചതിന് ശേഷം ട്രസ്സിൻ്റെ മുകളിൽ നമ്മൾ പർലിൻസ് ഉപയോഗിച്ച് ഷീറ്റ് റൂഫിംഗ് ഇടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ പർലിൻസിന് തമ്മിലുള്ള അകലം കാരണം സാഗിങ് നടക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഒരുപാട് അകലത്തിലാണ് പർലിൻസ് കൊടുക്കുന്നതെങ്കിൽ, വളരെ ലാർജ് സ്പാനിലാണ് പർലിൻ കൊടുക്കുന്നതെങ്കിൽ സാഗിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാഗ് റോഡുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഈ കാണുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഈ സാഗ് റോഡിലും വരുന്നത് ടെൻസൈൽ ഫോഴ്സ് ആണ്. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് എന്ന് പറയുന്നത് ബ്രേസ്ഡ് ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആണ്. ഇവിടെ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിൽ in order to withstand the effect of lateral loads നമ്മൾ എന്ത് ചെയ്യും, we provide bracings. ഇതുപോലെ എക്സ് ഷേപ്പിൽ ബ്രേസിങ്സ് കൊടുക്കും. ഓക്കെ, ഒരു ലോവർ ലെഫ്റ്റ് കോർണറിൽ നിന്ന് അപ്പർ റൈറ്റ് കോർണറിലേക്ക് ഒരു കണക്ഷൻ, ഒരു മെമ്പർ ഉപയോഗിച്ച് ഒരു കണക്ഷൻ കൊടുക്കും. ഓക്കെ, എന്തിനാണ്? ടു സപ്പോർട്ട് ലാറ്ററൽ ഫോഴ്സ്. അങ്ങനെ വരുന്ന ഈ ബ്രേസ്ഡ് മെമ്പേഴ്സ്, ബ്രേസിങ്സിലും വരുന്ന ഫോഴ്സ് എന്താണ്? Tensile force. So generally tensile force is experienced by nearly all kind of members, structures which we see around us. Okay, അപ്പോൾ ഈ ടെൻസൈൽ ഫോഴ്സ് വരികയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് വേണം നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ടേമാണ് സ്ലെൻഡർനെസ് റേഷ്യോ. നമുക്കറിയാം സ്ലെൻഡർനെസ് റേഷ്യോ നമ്മൾ മുമ്പ് RCC സ്ട്രക്ചേഴ്സ് പഠിക്കുന്ന സമയത്ത് സ്ലെൻഡർനെസ് റേഷ്യോയെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നത് കോളംസിന്റെ ഡിസൈനിലാണ്. സോ കോളംസ് വെയർ ആക്ച്വലി കംപ്രഷൻ മെമ്പേഴ്സ്. പക്ഷേ ഇവിടെ ടെൻസൈൽ മെമ്പേഴ്സിലും സ്ലെൻഡർനെസ് റേഷ്യോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇൻ ഓർഡർ ടു എൻഷുർ മിനിമം സ്റ്റിഫ്നെസ് ടു ദ മെമ്പറിന് ഒരു മിനിമം സ്റ്റിഫ്നെസ് ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ഒരുപാട് ലോങ് മെമ്പേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, സച്ചസ് ഇവിടെ കേബിൾ സ്റ്റേയ്ഡ് ബ്രിഡ്ജസ് പോലുള്ള കേസുകളിലെല്ലാം ദീസ് മെമ്പേഴ്സ് ആർ വെരി വെരി ലോങ്. ഓക്കെ, കമ്പയർഡ് ടു ഇറ്റ്സ് ക്രോസ് സെക്ഷൻ ഇറ്റ്സ് ലെങ്ത് ഈസ് വെരി ലോങ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്റ്റിഫ്നെസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇൻ ഓർഡർ ടു പ്രിവെന്റ് ലാറ്ററൽ മൂവ്മെന്റ്, അൺഡിസൈറബിൾ ലാറ്ററൽ മൂവ്മെന്റ് ആൻഡ് എക്സസീവ് വൈബ്രേഷൻസ്, വി ഡിഫൈൻ എ സ്ലെൻഡർനെസ് റേഷ്യോ ഫോർ സച്ച് മെമ്പേഴ്സ്. അപ്പോൾ അങ്ങനെ സ്ലെൻഡർനെസ് റേഷ്യോ നമ്മൾ ഡിഫൈൻ ചെയ്യും. സ്ലെൻഡർനെസ് റേഷ്യോയുടെ ഡെഫിനേഷൻ എല്ലാവർക്കും അറിയാം, ദി അൺസപ്പോർട്ടഡ് ലെങ്ത് ഡിവൈഡഡ് ബൈ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ച ഡെഫിനേഷനാണ്. സോ ദിസ് റേഷ്യോ, ദ റേഷ്യോ ഓഫ് അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് കണക്ഷൻസിനിടയിലുള്ള ലെങ്ത്. ഓക്കെ, ദ ലെങ്ത് ഓഫ് ദ മെമ്പർ ബിറ്റ്വീൻ ദ ടു കണക്ഷൻസ്, ഇറ്റ് ഈസ് ദി അൺസപ്പോർട്ടഡ് ലെങ്ത്.
അങ്ങനെ ഉള്ള അൺസപ്പോർട്ടഡ് ലെങ്തിനെ ആ മെമ്പറിൻ്റെ ക്രോസ് സെക്ഷണൽ പാരാമീറ്ററാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഐ ബൈ എ എന്ന് പറയും. ഐ ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആൻഡ് എ ഈസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അങ്ങനെയുള്ള ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റേഷ്യോവിനെയാണ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ സ്ലെൻഡർനെസ് റേഷ്യോ നമുക്ക് IS കോഡിൽ പേജ് നമ്പർ 20-ൽ പറയുന്നുണ്ട് വാട്ട് ഷുഡ് ബി ദ മാക്സിമം സ്ലെൻഡർനെസ് റേഷ്യോ ഫോർ ടെൻഷൻ മെമ്പേഴ്സ്. അത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പേജിൽ നിങ്ങൾ എടുത്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് ഇതുപോലൊരു ടേബിൾ കാണും. ഓക്കെ, ടേബിൾ 3 ആണ്. അതിൽ പറയുന്നത് നമുക്ക് പരമാവധി ഏത് മെമ്പർ ആയാലും അതിൽ പരമാവധി സ്ലെൻഡർനെസ് റേഷ്യോ എത്രയാണ്? ഇറ്റ് ഷുഡ് ബി 400. 400-ന് മുകളിൽ ഒരു ടെൻഷൻ മെമ്പറിനും സ്ലെൻഡർനെസ് റേഷ്യോ ഉണ്ടാകാൻ പാടില്ല. സോ ദ മെമ്പർ വിച്ച് ഇസ് ഇൻ ടെൻഷൻ, ഇൻ നോ കേസ് ദ സ്ലെൻഡർനെസ് റേഷ്യോ ഷാൽ എക്സീഡ് 400. 400-ൽ കൂടുതലുള്ള ഒരു സ്ലെൻഡർനെസ് റേഷ്യോ ഒരു ടെൻഷൻ മെമ്പറിനും ഉണ്ടാകാൻ പാടില്ല. ഇനി മറ്റ് കേസുകൾ, ടെൻഷൻ മെമ്പേഴ്സിൽ തന്നെ മറ്റ് കേസുകളിൽ നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ട സ്ലെൻഡർനെസ് റേഷ്യോ ആണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ആദ്യത്തെ കേസ് നോക്കുക. എ ടെൻഷൻ മെമ്പർ ഇൻ വിച്ച് റിവേഴ്സൽ ഓഫ് ഡയറക്റ്റ് സ്ട്രെസ് ഒക്കേഴ്സ് ഡ്യൂ ടു ലോഡ്സ് അതർ ദാൻ വിൻഡ് ഓർ സീസ്മിക് ഫോഴ്സസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പറയുന്ന ഡൈനാമിക് ലോഡ്സ് ആയ വിൻഡും സീസ്മിക് ഫോഴ്സുകളും അല്ലാതെ മറ്റേതെങ്കിലും ഫോഴ്സ് കൊണ്ട് സ്ട്രെസ് റിവേഴ്സൽ സംഭവിക്കുകയാണ് എന്ന് വെച്ചാൽ ടെൻഷൻ മെമ്പർ കംപ്രഷൻ മെമ്പറായി മാറുകയാണെങ്കിൽ, ആ നേച്ചർ ഓഫ് ഫോഴ്സ് മാറുകയാണെങ്കിൽ, അങ്ങനെ വരുന്ന കേസുകളിൽ അവിടെ പറയുന്ന പരമാവധി സ്ലെൻഡർനെസ് റേഷ്യോ എത്രയാണ്? 180. ഓക്കെ, സോ 180 ഈസ് ദ മാക്സിമം സ്ലെൻഡർനെസ് റേഷ്യോ ഇൻ സച്ച് കേസസ്. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, നോർമലി ഫോർ ടെൻഷൻ മെമ്പേഴ്സ് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 400. Now, ടെൻഷൻ മെമ്പറിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമുക്കറിയാം ഏത് സ്ട്രക്ചറൽ മെമ്പറിനെ കുറിച്ച് പഠിക്കുമ്പോഴും അത് ഏത് രീതിയിൽ ഫെയിൽ ആകും എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചിട്ടേ നമ്മൾ അതിൻ്റെ ഡിസൈനിലേക്ക് കിടക്കുള്ളൂ. ബിക്കോസ് ദ ഡിസൈൻ ആക്ച്വലി ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ദ മെമ്പർ ക്യാൻ ഫെയിൽ. ഫെയിലിയർ സംഭവിക്കാൻ സാധ്യതയുള്ള ആ മോഡിനെ ആശ്രയിച്ചിരിക്കും അതെങ്ങനെ വേണം ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കേസിൽ ഇപ്പോൾ ടെൻഷൻ മെമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ there are 3 ways by which a tension member can fail. First one is known as gross section yielding, second is net section rupture, and the third is block shear failure. അതിൽ ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കാം. ആദ്യമായി ഗ്രോസ് സെക്ഷൻ yielding. എന്താണ് ഗ്രോസ് സെക്ഷൻ yielding? നമുക്കറിയാം ഒരു ടെൻഷൻ മെമ്പർ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷനിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ, അതിലൊരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ മെറ്റീരിയൽ, അതായത് സ്ട്രക്ചറൽ സ്റ്റീൽ ഈൽഡ് ചെയ്തു പോകുന്ന ഒരവസ്ഥ, അതിനെയാണ് ഗ്രോസ് സെക്ഷൻ ഈൽഡിങ് എന്ന് പറയുന്നത്. ആ സെക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ബോൾട്ട് ഹോളുകൾ ഉപയോഗിച്ചതോ അല്ലെങ്കിൽ കണക്ഷൻസുമായി ബന്ധമുള്ള ഒരു റീജിയനിലായിരിക്കില്ല. ഓക്കെ, ഇറ്റ് ഈസ് സബ്സ്റ്റാൻഷ്യലി എവേ ഫ്രം ദി കണക്ഷൻസ്. ബോൾട്ടോ വെൽഡോ ആയ കണക്ഷൻസ് അല്ലെങ്കിൽ റിവറ്റോ ആയിക്കോട്ടെ, അവയിൽ നിന്നും ഒരുപാട് അകലെ ഉള്ള ഒരു പ്രദേശത്ത് മെറ്റീരിയൽ നന്നായി ഈൽഡ് ചെയ്തു പോവുകയാണെങ്കിൽ, വളരെ നന്നായി സ്ട്രെച്ച് ചെയ്ത് ഫെയിലിയറിന് സാധ്യത ഉണ്ടാക്കുകയാണെങ്കിൽ വി കോൾ സച്ച് കൈൻഡ് ഓഫ് ഫെയിലിയേഴ്സ് ആസ് ഗ്രോസ് സെക്ഷൻ ഈൽഡിങ്. ഓക്കെ, സോ ഓർക്കേണ്ട കാര്യം ഗ്രോസ് സെക്ഷൻ എന്നുള്ള വാക്കുള്ളത് കൊണ്ട് തന്നെ അവിടെ ഹോൾസ് ഒന്നുമില്ല. ഓക്കെ, ബോൾട്ട് ഹോളോ അല്ലെങ്കിൽ റിവറ്റ്സോ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഗ്രോസ് സെക്ഷൻ. ഗ്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ ആ മെറ്റീരിയൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻ പൂർണ്ണമായ ക്രോസ് സെക്ഷനിൽ അവൈലബിൾ ആയ ഒരു സെക്ഷനെയാണ് ഗ്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഈൽഡിങ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് നമുക്ക് നന്നായി അറിയാം. ഒരു മെറ്റീരിയൽ വളരെ നന്നായി ഈൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നന്നായി സ്ട്രെച്ച്ഡ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡീഫോം ചെയ്യുന്ന ഒരു സ്റ്റേജിനെയാണ് ഈൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ദ ഗ്രോസ് സെക്ഷൻ ഓഫ് എനി മെമ്പർ ഈൽഡ്സ്, ദെൻ that is a possibility for tension members. Tension members-ൽ ഫെയിലിയർ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പോസിബിലിറ്റിയാണ് ഗ്രോസ് സെക്ഷൻ ഈൽഡിങ്. സോ അതുകൊണ്ടാണ് പറയുന്നത് although a tension member without bolt holes can resist loads up to the ultimate load, it can become unserviceable by undergoing large deformation. അതിന് ലാർജ് ഡീഫോർമേഷനിലൂടെ ഫെയിൽ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിവിടെ ഈൽഡിങ് സംഭവിക്കുന്നത് കൊണ്ട് ഇതിനെ ഡിസൈൻ ചെയ്യുമ്പോൾ ദ ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഗ്രോസ് സെക്ഷൻ ഈൽഡിങ് എന്നുള്ള ഫെയിലിയർ റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ
ഇറ്റ് ഷുഡ് ബി ഡിസൈഡഡ് ബൈ ദ yield സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. അതിൻ്റെ സ്ട്രെങ്തിനെ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ കപ്പാസിറ്റിയെ നിർണ്ണയിക്കുന്നത് ആരാണ്? yield സ്ട്രെങ്ത് തന്നെയാണ്. yield ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് yield സ്ട്രെങ്ത് തന്നെയാണ് ഡിസൈഡിങ് പാരാമീറ്റർ. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ഫെയിലിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഫെയിലിയറിനെ തടയുന്ന തരത്തിൽ ആ മെറ്റീരിയലിന് പരമാവധി റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി അല്ലെങ്കിൽ ഫോഴ്സ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പേജ് നമ്പർ 32 IS 800 പേജ് നമ്പർ 32 കൃത്യമായ ഫോർമുല കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, പേജ് നമ്പർ 32 ക്ലോസ് 6.2 gives the design strength due to yielding of gross section. ഓക്കെ, yielding of gross section. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഇവിടെയുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസൈൻ സ്ട്രെങ്ത് is given as TDG is equal to AG into FY divided by gamma MO. ഓക്കെ, AG into FY divided by gamma MO. AG എന്ന് പറയുന്നത് ഗ്രോസ് സെക്ഷൻ ഓഫ് ദ സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസ്. നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചറൽ സ്റ്റീൽ ആംഗ്ലോ വൈ സെക്ഷനോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയയാണ്. ദാറ്റ് ഈസ് ഗ്രോസ് സെക്ഷൻ ഏരിയ. അതാണ് AG ഇൻറ്റു FI നമുക്കറിയാം yield strength ഡിവൈഡഡ് ബൈ ഗാമ MO. വാട്ട് ഈസ് ഗാമ MO? ഗാമ MO എന്ന് പറയുന്നത് ടേബിൾ 5 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഗാമ MO എന്ന് പറയുന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ഫെയിലിയർ ഇൻ ടെൻഷൻ. അതിൻ്റെ വാല്യൂ എത്രയാണ്? 1.1. ഓക്കെ, സോ ടേബിൾ 5 ആ വാല്യൂ കൊടുത്തിരിക്കുന്നത്. ഗാമ MO എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഓർത്തിരിക്കുക, ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഗാമ MO ഈസ് ഈക്വൽ ടു 1.1. സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഗ്രോസ് സെക്ഷൻ ഈൽഡിങ് എന്നുള്ള ഒരു സാധ്യത റെസിസ്റ്റ് ചെയ്യേണ്ട അതിൻ്റെ പരമാവധി ഫോഴ്സ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് മോഡ് ഓഫ് ഫെയിലിയർ, ദാറ്റ് ഈസ് നെറ്റ് സെക്ഷൻ റപ്ചർ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇതാണ് ഈ രണ്ട് ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കുക, ടെൻസൈൽ ഫോഴ്സ് വന്ന രണ്ട് മെമ്പേഴ്സാണ് ഇവിടെ കാണുന്നത്. അതിൽ ഫെയിലിയർ സംഭവിച്ചത് എങ്ങനെയാണെന്ന് നോക്കൂ. ഇവിടെ ഫെയിലിയർ പ്ലെയിൻ ഓർ the rupture has happened through the line of bolts. ബോൾട്ട് ലൈനിലൂടെയാണ് അല്ലെങ്കിൽ ബോൾട്ട് ഹോളുകൾ ഉള്ള ഒരു സെക്ഷനിലൂടെയാണ് ഫെയിലിയർ നടന്നത്. ഇവിടെ രണ്ടാമത്തെ ഫിഗർ നോക്കി, ഇവിടെ ഒരു ഹോളേ ഉള്ളൂ, ബോൾട്ട് ഹോളേ ഉള്ളൂ, അതിലൂടെ തന്നെയാണ് ഫെയിലിയർ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ബോൾട്ട് ഹോളുള്ള ഒരു പ്രദേശത്തൂടെ ഫെയിലിയർ നടക്കുന്നത്? നമുക്കറിയാം, ഈ ഫിഗർ നോക്കുക, നമ്മളൊരു ടെൻഷൻ മെമ്പറിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, ഗ്രോസ് ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ദ സ്ട്രെസ് ഈസ് മോർ ഓർ ലെസ് യൂണിഫോം. പക്ഷേ നമ്മളൊരു ഹോളുള്ള ഒരു സെക്ഷൻ അടുത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ദർ ഈസ് ലോട്ട് ഓഫ് സ്ട്രെസ് കോൺസെൻട്രേഷൻ നിയർ ദ ഹോൾസ്. ഹോളുള്ള പ്രദേശത്തിനടുത്ത് സ്ട്രെസ് വളരെ കൂടുതലായിരിക്കും. ഈ ഹോളില്ലാത്ത മറ്റൊരു പെരിഫറൽ റീജിയനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദ റീജിയൻ നിയർ ദ ഹോൾസ് വിൽ എക്സ്പീരിയൻസ് എ ലോട്ട് ഓഫ് സ്ട്രെസ് ആൻഡ് ദാറ്റ് ഈസ് നോൺ എ സ്ട്രെസ് കോൺസെൻട്രേഷൻ. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫിഗറിൽ കാണുന്ന പ്രകാരം നമുക്ക് സ്ട്രെസ് നിയർ ദ ഹോൾസ് ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ ദ പെരിഫറി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ഫെയിലിയർ, ഈ മെമ്പറിൽ ഫെയിലിയർ ഉണ്ടാകുന്ന ആദ്യത്തെ പ്രദേശം എന്ന് പറയുന്നത് ഈ ബോൾട്ടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന മെറ്റീരിയലിലായിരിക്കും. ഓക്കെ, സോ ദ ക്രാക്സ് വിൽ ഫസ്റ്റ് ഡെവലപ്പ് നിയർ ദ ഹോൾസ് ആൻഡ് ഇറ്റ് പ്രൊപ്പഗേറ്റ്സ് ടു ദ പെരിഫറി. അപ്പോൾ ഹോൾ ഉള്ള പ്രദേശത്ത് നിന്ന് ക്രാക്ക് ഡെവലപ്പ് ചെയ്ത് പുറത്തേക്ക് ക്രാക്ക് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഫിഗറിൽ കാണുന്നത്. ഈ ഹോളിനടുത്താണ് ആദ്യം ക്രാക്ക് ഉണ്ടായിരിക്കുന്നത്. ക്രാക്ക് ഇറ്റ് ഹാസ് മൂവ്ഡ് എവേ ആൻഡ് മൂവ് ടു ദ പെരിഫറി. അതാണ് സംഭവിച്ചത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് നെറ്റ് സെക്ഷൻ റപ്ചർ. ഇവിടെ ഗ്രോസ് സെക്ഷൻ എന്നുള്ള വാക്കല്ല, നെറ്റ് സെക്ഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. നെറ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇഫ് ദർ ആർ ഹോൾസ് പ്രൊവൈഡഡ് ഫോർ കണക്ടിങ് ബോൾട്ട്സ് ഓർ റിവറ്റ്സ്, അങ്ങനെയുള്ള കേസുകളിൽ ഹോളുള്ള സെക്ഷനിലൂടെ ആണ് ഫെയിലിയർ നടക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നെറ്റ് സെക്ഷൻ മീൻസ് ദ ഫെയിലിയർ ഹാസ് ഒക്കേർഡ് ത്രൂ ദ ലൈൻ ഓഫ് ബോൾട്ട് ഹോൾസ്. ഇനി ഇവിടെ നടക്കുന്നത് ഈൽഡിങ് അല്ല. ഓക്കെ, ഇവിടെ ക്രാക്കിംഗ് തന്നെ അല്ലെങ്കിൽ റപ്ചർ തന്നെയാണ് സംഭവിക്കുന്നത്, ഈൽഡിങ് അല്ല. മെറ്റീരിയൽ സ്ട്രെച്ച്ഡ് ആകുക മാത്രമല്ല, ഇവിടെ ദ ക്രോസ് സെക്ഷൻ ഈസ് അണ്ടർഗോയിങ് സം ക്രാക്സ് ഓർ റപ്ചർ ആൻഡ് ഹെൻസ് the most deciding parameter here is the ultimate strength of material. ഇവിടെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ്, FU, അല്ലാതെ yield strength അല്ല.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇക്വേഷനിൽ FU ആണ് പ്രധാനപ്പെട്ട ആള്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെക്ഷൻ എങ്ങനെ വേണം ഡിസൈൻ ചെയ്യുക? അപ്പോൾ അതിൻ്റെ ഡിസൈൻ സ്ട്രെങ്ത് കൃത്യമായി IS കോഡിൽ തൊട്ടടുത്ത പേജിൽ പറയുന്നുണ്ട്. എന്താണ്? പേജ് 32 ക്ലോസ് 6.3 ഓഫ് IS 800 സേസ് ദ ഡിസൈൻ സ്ട്രെങ്ത് ഡ്യൂ ടു റപ്ചർ ഓഫ് ക്രിട്ടിക്കൽ സെക്ഷൻ. അപ്പോൾ ഡിസൈൻ സ്ട്രെങ്ത് ഫോർ പ്ലേറ്റ്സ് ആണ് ആ ക്ലോസിൽ പറയുന്നത്. പ്ലേറ്റ്സ് മാത്രമല്ല, ഫോർ ആംഗിൾസും പറയുന്നുണ്ട്. അത് തൊട്ടടുത്ത ക്ലോസ് ആണ്. ഓക്കെ, ഫോർ സിംഗിൾ ആംഗിൾസ്. ഓക്കെ, പ്ലേറ്റ്സിൻ്റെ ആദ്യം നമുക്ക് നോക്കാം. പ്ലേറ്റ്സ് 6.3.1 ഒരു സാധാരണ പ്ലേറ്റ് ആണ് ഒരു ടെൻഷൻ മെമ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡിസൈൻ സ്ട്രെങ്ത്, അങ്ങനെയുള്ള നെറ്റ് സെക്ഷൻ റപ്ചർ അവോയ്ഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ നെറ്റ് സെക്ഷൻ റപ്ചർ സംഭവിക്കാനുള്ള പരമാവധി ഫോഴ്സ് എത്രയാണ്, ഓക്കെ, എന്നുള്ളത് കണ്ടുപിടിക്കാം. അതാണ് ഈ ഇക്വേഷൻ. സോ TDN ഈസ് ഈക്വൽ ടു 0.9 ഇൻറ്റു AN FU ഡിവൈഡഡ് ബൈ ഗാമ M1. മനസ്സിലായല്ലോ? വേർ AN എന്ന് പറയുന്നത് ഇതിന് താഴെ തന്നെ പറയുന്നുണ്ട്. AN എന്ന് പറഞ്ഞാൽ നെറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ മെമ്പറിന്റെ നെറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ, അതായത് ബോൾട്ട് ഹോൾ ഉണ്ടെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന ക്രോസ് സെക്ഷൻ ഏരിയ, അതാണ് ഉദ്ദേശിക്കുന്നത് AN. അല്ലാതെ ഗ്രോസ് സെക്ഷനിലുള്ള ഏരിയ അല്ല. ദിസ് ഈസ് നെറ്റ് സെക്ഷണൽ ഏരിയ. ആൻഡ് FU ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. നമ്മൾ പറഞ്ഞു ultimate strength is the most important parameter here, divided by gamma M1. Gamma M1 വാല്യൂ നമ്മൾ ഓൾറെഡി ടേബിൾ 5 നിന്ന് പഠിച്ചതാണ്. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അറ്റ് അൾട്ടിമേറ്റ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു 1.25. ഓക്കെ, 1.25. Now AN കണ്ടുപിടിക്കുന്നതിന് ചില മെത്തേഡ്സ് ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കണം? അപ്പം അത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. The failure paths may occur along sections normal to the axis of the member and or may include zigzag sections also if the bolts are staggered. അപ്പോൾ ഇവിടെ നോക്കുക, ഇതൊരു പ്ലേറ്റാണ്. ആ പ്ലേറ്റിൽ ഒരുപാട് ബോൾട്ട് ഹോളുകൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അതുപോലെ ഇത് മറ്റൊരു പ്ലേറ്റ് ആണ്. ഇവിടെയും കുറേ ബോൾട്ട് ഹോളുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യത്തെ കേസിൽ ദ ബോൾട്ട്സ് ആർ പ്രൊവൈഡഡ് ഇൻ എ സിംഗിൾ ലൈൻ. ഒരു ലൈനിൽ തന്നെ ഒരു സീരീസ് ഓഫ് ബോൾട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹൊറിസോണ്ടലി കൊടുക്കുന്ന ലെഫ്റ്റ് ടു റൈറ്റ് നിങ്ങൾ നോക്കിയാലും ടോപ്പ് ടു ബോട്ടം നോക്കിയാലും ഓക്കെ, ഒരു ചെയിൻ ഓഫ് ബോൾട്ടുകളാണ് പ്രൊവൈഡ് ചെയ്ത്, ഒരു സിംഗിൾ ലൈനിലാണ് എല്ലാ ബോൾട്ടുകളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ അങ്ങനെയല്ല. There is a zigzag manner in which the bolts are provided. Okay, there is a zigzag manner. ഇങ്ങനെ ഒരു staggered, ഇതിനെ വിളിക്കുന്ന പേരാണ് staggered holes എന്ന് പറയുന്നത്. These kind of holes are called staggered holes or zigzag pattern of holes. അപ്പോൾ ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് നമ്മൾ നെറ്റ് ഏരിയ കണ്ടുപിടിക്കുന്നത് പോലെയല്ല ഇതിനകത്ത് നെറ്റ് ഏരിയ കണ്ടുപിടിക്കുന്നത്. AN കണ്ടുപിടിക്കുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ AN വാല്യൂ, ഈ ഇക്വേഷനിൽ AN വാല്യൂ കണ്ടുപിടിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് നോക്കുക. ഓക്കെ, AN എന്ന് പറഞ്ഞാൽ നെറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. ദ ഫെയിലിയർ പ്ലെയിൻ മസ്റ്റ് പാസ് ത്രൂ ദ ലൈൻ ഓഫ് ബോൾട്ട്സ്. ബോൾട്ട് ലൈനിലൂടെ തന്നെ കടന്നു പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളിവിടെ ഒരു സെക്ഷൻ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ലൈൻ ഓഫ് ബോൾട്ടിലൂടെ വേണം ഫെയിലിയർ നടക്കേണ്ടതെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ ലൈൻ ഓഫ് ബോൾട്ടിലൂടെ വേണമെങ്കിൽ കടന്നു പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, ഏത് സെക്ഷനാണ് ആപ്റ്റ് സെക്ഷൻ എന്ന് നമ്മൾ എടുക്കുന്നത്, ഏതാണ് കറക്റ്റ്? അപ്പോൾ അതിന് പ്രധാനം നമുക്ക് തന്നെ ചെയ്ത് കണ്ടുപിടിക്കുക. എങ്ങനെ ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ലൈൻ ഓഫ് ബോൾട്ടിലൂടെ ആണ് ഫെയിലിയർ നടക്കുന്നതെന്ന് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ലൈൻ ഓഫ് ബോൾട്ട് കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ നോക്കുക, ഈ മെമ്പറിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഈ ദിശയിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അലോങ് സോ ദിസ് ഈസ് ദി ആക്സിസ് ഓഫ് ദ മെമ്പർ. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ്. ഫെയിലിയർ നടക്കുന്നത് എപ്പോഴും അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷൻ ഇതാണ്, ഫെയിലിയർ നടക്കുന്ന ഡയറക്ഷൻ ദിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ അതുപോലെ ഇവിടെയും ഫെയിലിയർ നടക്കാൻ സാധ്യതയുള്ള ഒരു ലൈൻ ഓഫ് ബോൾട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ കേസിൽ ഇത് ചൂസ് ചെയ്താലും എല്ലാ ലൈൻ ഓഫ് ബോൾട്ടിലും എന്താണുള്ളത്? 4 ബോൾട്ട് വെച്ചല്ലേ ഉള്ളൂ.
അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യാം. ഓക്കെ, സോ യു ക്യാൻ ചൂസ് ഈതർ ദിസ് ഓർ ദിസ്. ഏത് ചൂസ് ചെയ്താലും ഒരു ക്രോസ് സെക്ഷനിൽ 4 ബോൾട്ട് വെച്ചിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? എ എൻ ഈസ് ഈക്വൽ ടു നെറ്റ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് അറിയാം, ഇവിടെ ബോൾട്ട് ഹോൾ ഇല്ലായിരുന്നെങ്കിൽ ഈ പ്ലേറ്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ബിയും, ബി ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ് ആൻഡ് ടി ഈസ് ദ തിക്നെസ്. നമുക്കത് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ് പ്ലെയിൻ. സോ ഇഫ് ദിസ് ഈസ് ദ വിഡ്ത്ത്, ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ദിസ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ് ആൻഡ് ഇഫ് ദ പ്ലേറ്റ് ഹാഡ് സം തിക്നെസ് ടി, ദെൻ ബി ഇൻറ്റു ടി ആയിരിക്കുന്നതിനെ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഹോളിലൂടെ കടന്നു പോകുന്ന ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ഹോളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് നമുക്ക് എത്ര ബോൾട്ട് ഹോളുകളുണ്ടോ അത് സബ്ട്രാക്ട് ചെയ്താൽ മാത്രമേ ആക്ച്വലി മെറ്റീരിയൽ ഉള്ള ഏരിയ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. സ്ട്രക്ചറൽ സ്റ്റീൽ ഉള്ള പ്രദേശം ക്രോസ് സെക്ഷൻ ഐഡന്റിഫൈ ആണെങ്കിൽ അതിൽ നിന്ന് ഈ ഹോളുകളുടെ എണ്ണം സബ്ട്രാക്ട് ചെയ്യണം. സോ ദാറ്റ് ഈസ് വൈ വി ഡു എ എൻ ഈസ് ഈക്വൽ ടു ബി മൈനസ് എൻ ഡി എച്ച് ദ ഹോൾ ഇൻറ്റു ടി. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. സോ ഫോർ നോൺ സ്റ്റാഗേർഡ് ഹോൾസ് കേസസ് we use the formula an is equal to b minus ndh into t, where b is the width of the plate, n is the number of bolt holes. ഈ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷനിൽ 4 ഹോൾ ആണുള്ളത്. സോ n is equal to 4. and what is dh എന്ന് പറയുന്നത് it is the diameter of bolt hole അഥവാ do. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. do അല്ലെങ്കിൽ dh represents the diameter of bolt hole. okay, so b minus ndh കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ you multiply it with the thickness of this plate, you will get the net cross sectional area. okay, അങ്ങനെയാണ് നോൺ സ്റ്റാഗേർഡ് ഹോളുകളുടെ കേസിൽ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഇപ്പോൾ ഈ ലൈൻ ഓഫ് ബോൾട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 4 ഹോൾ ഉണ്ട്. ഇവിടെയാണ് ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ 3 ഹോളേ ഉണ്ടാവൂ എന്ന് വിചാരിക്കുക. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ഹോളേ ഉള്ളൂ എന്ന് വയ്ക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിയുന്നത്ര സെക്ഷനിൽ നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്യും. ഏത് സെക്ഷനിലാണോ എ എൻ വാല്യൂ മിനിമം, ആ വാല്യൂ ഉള്ള സെക്ഷനിലായിരിക്കും ഫെയിലിയർ നടക്കാൻ സാധ്യത. ഓക്കെ, അത് ഇത്രയും കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഏത് സെക്ഷനിലാണോ ഏറ്റവും കൂടുതൽ ഹോൾസ് ഉള്ളത് ആ സെക്ഷനിൽ മെറ്റീരിയൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫെയിലിയർ പെട്ടെന്ന് സംഭവിക്കാൻ സാധ്യത ഹോളുകൾ കൂടുതലുള്ള സെക്ഷനിലായിരിക്കും. ഓക്കെ. ഇനി നൗ കമ്മിങ് ടു ദ സ്റ്റാഗേർഡ് ഹോൾസ് കേസ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഈ സ്റ്റാഗേർഡ് ഹോൾസ് കേസ്? ആ സ്റ്റാഗേർഡ് ഹോൾസ് കേസ് വരുമ്പോൾ നമുക്ക് നേരത്തെ ഉപയോഗിച്ച ബി മൈനസ് എൻ ഡി എച്ച് ഇൻറ്റു ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഐ എസ് കോഡിൽ പറയുന്ന ഇക്വേഷൻ വേണം ഉപയോഗിക്കാൻ. ബി മൈനസ് എൻ ഡി എച്ച് പ്ലസ് പി സ്ക്വയർ ബൈ 4g, അതിനു മുമ്പ് ഒരു സിഗ്മയും കൂടെ പറയുന്നുണ്ട്, ദ ഹോൾ ഇൻറ്റു ടി. അപ്പോൾ ഈ ഇക്വേഷൻ കണ്ട് പേടിക്കാനൊന്നും ഇല്ല, അത് വളരെ ഈസിയാണ്. നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ബി മൈനസ് എൻ ഡി എച്ച് എന്താണെന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെ ഒരു പി സ്ക്വയറും ഉണ്ട്, ഒരു ജിയും ഉണ്ട്, 4gയുടെ ജിയും ഉണ്ട്. എന്താണ് പി നമുക്ക് ഫെമിലർ ആയ ഒരു ടേം ആണ്. ഇറ്റ് ഈസ് ദ പിച്ച് ഓഫ് ഹോൾസിൻ്റെ പിച്ചാണ്. പിച്ച് എന്ന് പറയുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ അഡ്ജസൻറ്റ് 2 ബോൾട്ട് ഹോൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് പിച്ച്. ദാറ്റ് ഈസ് പി, ഇവിടെ കാണിച്ചിരിക്കുന്നു അല്ലേ, അതിനാണ് പി എന്ന് പറയുന്നത്. ഇനി ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ അഡ്ജസൻറ്റ് ബോൾട്ട് ഹോൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനാണ് ഗേജ് ഡിസ്റ്റൻസ് അഥവാ ജി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പി ആൻഡ് ജി റെപ്രസെൻറ്റ്സ് ദ പിച്ച് ആൻഡ് ദ ഗേജ് ഡിസ്റ്റൻസസ് ഇൻ എ ചെയിൻ ഓഫ് ബോൾട്ട്സ്. അപ്പോൾ ഇത് ആവശ്യം വരുന്നത് സ്റ്റാഗേർഡ് ബോൾട്ട് ഹോളിൻ്റെ കേസിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, നമുക്ക് ഫെയിലർ നടക്കാൻ സാധ്യതയുള്ള ഏത് സെക്ഷനിലാണെന്ന് നോക്കാം. ഒന്നെങ്കിൽ ഫെയിലർ ഇതിലൂടെ സംഭവിക്കാം, ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ഫെയിലർ സംഭവിക്കുന്നത്. ചിലപ്പോൾ ഒരു സിക്സാഗ് പാത്തിലൂടെ ആയിരിക്കും ഫെയിലർ നടക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ ഫെയിലർ സംഭവിക്കുകയും ഇവിടെ നിന്ന് ആ ഫെയിലർ പ്ലെയിൻ ഇങ്ങോട്ട് നീങ്ങുകയും ഇവിടെ നിന്ന് നേരെ താഴോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, there can be this zigzag motion, ഇങ്ങനെയുള്ള ഒരു zigzag motion ഉണ്ടാകും. ഇനി അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ ഫെയിലർ പാത്ത് പോലെ സി എന്നുള്ള ഫെയിലർ പാത്ത് നോക്കൂ. ഇവിടെ സി എന്ന ഫെയിലർ പാത്തിൽ പറയുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ഫെയിലർ നടന്നിട്ട് ഇവിടെ നിന്ന് ഇറ്റ് ഹാസ് മൂവ് ടു ദ ലെഫ്റ്റ്, ദെൻ ടു ദ റൈറ്റ് ഹോൾ, ദെൻ അഗെയിൻ ടു ദ ലെഫ്റ്റ് ആൻഡ് ഡൗൺ. ഓക്കെ, ഇങ്ങനെ ഒരു സിക്സാഗ് പാറ്റേൺ സംഭവിക്കാം.
അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടും സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു പാർഷ്യൽ സിക്സ് ആഗ് മാനറിലും സംഭവിക്കാം, അല്ലെങ്കിൽ ഫുള്ളി സിക്സ് ആഗ് മാനറിലും നമുക്ക് ഫെയിലിയർ സംഭവിക്കാം. നമ്മൾ ഏത് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഏത് സെക്ഷൻ ആണോ AN വാല്യൂ മിനിമം ഉള്ളത് ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സിലാണ് ഫെയിലിയർ നടക്കാൻ സാധ്യത കൂടുതൽ. ഓക്കെ, മാത്രമല്ല ആ സെക്ഷനിലായിരിക്കും ഫെയിലിയർ നടക്കുകയും ചെയ്യുന്നത്. ഓക്കെ, സോ AN വാല്യൂ മിനിമം ഏത് കേസിലാണോ ആ കേസിലായിരിക്കും ഫെയിലിയർ നടക്കാൻ സാധ്യത. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ സിക്സ് ആഗ് പാറ്റേണിൽ നെറ്റ് ഏരിയ കണ്ടുപിടിക്കുന്നത് നോക്കാം. We must consider all possible failure paths. ഓക്കെ, എല്ലാ പോസിബിലിറ്റിയും നമ്മൾ ചെക്ക് ചെയ്യണം. സ്ട്രെയിറ്റ് ആയിട്ടും അല്ലെങ്കിൽ പാർഷ്യൽ സിക്സ് ആഗ് ആയിട്ടും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സിക്സ് ആയിട്ടുള്ള എല്ലാ ഫെയിലിയർ പാത്തുകളും കൺസിഡർ ചെയ്യണം. അവയിലെല്ലാം ഉള്ള നെറ്റ് ഏരിയ കണ്ടുപിടിക്കണം. അതിൽ ഏറ്റവും മിനിമം നെറ്റ് ഏരിയ ഏതാണോ അതാണ് കറക്റ്റ് വാല്യൂ ഓഫ് നെറ്റ് ഏരിയ. ഓക്കെ, അല്ലെങ്കിൽ ആ മിനിമം നെറ്റ് ഏരിയ ഉള്ള പാത്ത് ഏതാണോ അവിടെ ആയിരിക്കും ഫെയിലിയർ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സെക്ഷൻ ആയിരിക്കും നമ്മുടെ ഡിസൈഡിങ് സെക്ഷൻ. നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട ആ റെലവൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ആ ഫെയിലിയർ നടക്കുന്ന സെക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെയുള്ള സ്റ്റാഗേർഡ് ഹോൾസ് കേസിൽ എങ്ങനെ നെറ്റ് ഏരിയ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് ആണ്. ഈ A എന്ന് ഉദ്ദേശിക്കുന്ന ഫെയിലിയർ പ്ലെയിനിലാണ് നമ്മൾ നെറ്റ് ഏരിയ കണ്ടുപിടിക്കുന്നത്. അതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട കേസ് പോലെ തന്നെയാണ്. B മൈനസ് NDH ഇൻറ്റു T ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇവിടെ B മൈനസ് എന്നിൻ്റെ സ്ഥാനത്ത് 2 ഹോളേ ഉള്ളൂ, അതുകൊണ്ട് 2 ഇൻറ്റു DH ദ ഹോൾ ഇൻറ്റു T. ഓക്കെ, നേരത്തെ അതേ ഇക്വേഷൻ തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. കാരണം എന്താണ്, ദിസ് ഫെയിലിയർ പ്ലെയിൻ ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. ഇവിടെ ആണെങ്കിൽ ഒരു പാർഷ്യൽ സിക്സ് ആഗ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഫെയിലിയർ ഉണ്ടായി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പാർഷ്യൽ സിക്സ് ആഗ് പാറ്റേൺ ഫോം ചെയ്തിട്ട് നേരെ താഴോട്ട്. ഓക്കെ, അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ പറഞ്ഞ ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. അവിടെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, നിങ്ങൾ ഇവിടെ നോക്കുക. ഈ ഇക്വേഷനിലെ B എന്ന് പറയുന്ന വിഡ്ത്ത് ഓഫ് പ്ലേറ്റ് തന്നെയാണ്. അത് എത്രയാണോ അത് കൊടുക്കുക, മൈനസ് N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ബോൾട്ട് ഹോൾസ്. അപ്പോൾ ഈ ഫെയിലിയർ പ്ലെയിനിൽ എത്ര ബോൾട്ട് ഹോൾ ഉണ്ട്? ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ, ദിസ് ഈസ് ദ സെക്കൻഡ് വൺ ആൻഡ് ദിസ് ഈസ് ദ തേർഡ് വൺ. അപ്പോൾ N എന്താണ്? 3. സോ B മൈനസ് 3 ഇൻറ്റു DH എന്ന് പറയുന്ന ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ. കഴിഞ്ഞിട്ടില്ല, പ്ലസ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു സിഗ്മ എന്നുള്ള ഒരു ടേം ഉണ്ട്. സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സിക്സാഗ് ലെഗ്സിനും, ഓരോ സിക്സാഗ് നടക്കുന്ന ഫെയിലിയർ പ്ലെയിനിലും ഓരോ സിക്സാഗിനും ഓരോ പ്രാവശ്യം സമ്മേഷൻ ചെയ്യണം. എന്ത് സമ്മേഷൻ ചെയ്യണം? P²/4G സമ്മേഷൻ ചെയ്യണം. ഓക്കെ, അതായത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കുക, നമ്മുടെ ഈ ഫെയിലിയർ പ്ലെയിൻ Bയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഈ ഒരു ലെഗിൽ മാത്രമാണ് സിക്സ് ആഗ് നടന്നിട്ടുള്ളത് അല്ലേ? ബാക്കിയെല്ലാം സ്ട്രെയിറ്റ് ആണ്. ഇത് സ്ട്രെയിറ്റ് ആണ്, ഇതും സ്ട്രെയിറ്റ് ആണ്. ഇതിനിടയ്ക്കുള്ള ഈ ആദ്യത്തതും രണ്ടാമത്തതും ബോൾട്ട് ഹോൾ തമ്മിലാണ് സിക്സ് ആഗ് പാറ്റേൺ ഫോർമേഷൻ നടന്നത്. അപ്പോൾ ഒരു സിക്സ് ആഗ് നടന്നതുകൊണ്ട് ഒരു പ്രാവശ്യം സമ്മേഷൻ ചെയ്താൽ മതി. ദാറ്റ് ഈസ് യു ജസ്റ്റ് നീഡ് ടു ടേക്ക് P²/4G വൺസ്. P² എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസിൽ P² എത്രയാണ്? ഈ സിക്സ് ആഗ് നടന്ന P ആണ് ഉപയോഗിക്കേണ്ടത്. ഈ സിക്സ് ആഗ് നടന്ന 2 ബോൾട്ടുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് P2 ആണ്. ഓക്കെ, സോ P2² ഡിവൈഡഡ് ബൈ 4G. P2² ഡിവൈഡഡ് ബൈ 4G. ഇവിടുത്തെ G എന്താണ്? ഈ ബോൾട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മെഷർഡ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ ഈ ബോൾട്ടും തമ്മിലുള്ള പിച്ചും ഈ ബോൾട്ടും തമ്മിലുള്ള ഗേജും അറിയാമെങ്കിൽ നമുക്ക് ഈ ടേം കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഡൺ ഹിയർ. ഓക്കെ, അപ്പോൾ എന്താണ്, ഞാൻ ഒന്നും കൂടെ പറയാം. ഇവിടെ ഈ ഫെയിലിയർ പ്ലെയിൻ Bയിൽ അതിലൂടെ കടന്നു പോകുന്ന നെറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വി മസ്റ്റ് യൂസ് B മൈനസ് നമ്പർ ഓഫ് ബോൾട്ട് ഹോൾസ് ഇവിടെ 3 ആയതുകൊണ്ട് 3 ഇൻറ്റു DH പ്ലസ് ഈ 2 ബോൾട്ടുകൾ തമ്മിലുള്ള സിക്സാഗ് ബോൾട്ടുകൾ തമ്മിലുള്ള പിച്ച് എന്ന് പറയുന്നത് P2. അതുകൊണ്ട് P2² ഡിവൈഡഡ് ബൈ 4G1. P2² ഡിവൈഡഡ് ബൈ 4G1 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ P2²/4G1 1/4 എന്ന് പറഞ്ഞ ടേമിനെയാണ് ഇവിടെ 0.25 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഓക്കെ,
ഡിനോമിനേറ്ററിൽ 4 ഉള്ളതിനെ നമ്മൾ ന്യൂമറേറ്ററിലോട്ട് ഇവിടെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനർത്ഥം there is only one zigzag which happened here. Okay, now coming to the third one, C എന്ന് പറഞ്ഞ ഫെയിലർ പാത്ത് നോക്കി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എത്ര സിക്സാഗ് നടന്നിട്ടുണ്ട്? there is one zigzag here, there is second zigzag and this is the third zigzag. Okay, അപ്പോൾ 3 പ്രാവശ്യം സമ്മേഷൻ ചെയ്യണം. ഓക്കെ, 3 പ്രാവശ്യം സമ്മേഷൻ. അപ്പോൾ എങ്ങനെ ചെയ്യും? ഇക്വേഷൻ ഈസ് ബി മൈനസ് എൻ. എത്ര ബോൾട്ട് ഹോൾ ഉണ്ട്? 1 2 3 and 4, 4 ബോൾട്ട് ഹോൾ ഉണ്ട്. സോ ബി മൈനസ് 4DH പ്ലസ് പിന്നെ വരുന്ന സമ്മേഷനാണ് p²/4g. 3 പ്രാവശ്യം ചെയ്യണം. കാരണം p²/4g ഒരു സിക്സാഗ്, ഇത് p²/4g വേറൊരു സിക്സാഗ്, ഇത് മൂന്നാമത്തെ സിക്സാഗ്. അങ്ങനെ p²/4g 3 പ്രാവശ്യം നമുക്ക് ചെയ്യണം. ഓക്കെ, അതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ആദ്യത്തെ p²/4g എന്ന് പറയുന്നതിൽ p² എന്ന് പറയുന്നത് p2 തന്നെയാണ്. ഓക്കെ, സോ ഇത് തമ്മിലുള്ള പിച്ച് എന്ന് പറയുന്നത് p2. സോ p2²/4g1. ഓക്കെ, 4g1. ഇനി അടുത്തത് p2²/4g2. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് p2²/4g1. ഓക്കെ, സോ ഈ കേസിൽ ഇവിടെയും g1 ആണ്, ഇവിടെയും g1 ആണ്. അപ്പോൾ ആദ്യം ഒരു p2²/4g1 രണ്ടാമത് പറഞ്ഞ p2²/4g1 കൂടെ ചേർത്തിട്ടാണ് 0.5 p2²/g1 എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇതിനിടയ്ക്കുള്ള g2വിനെയാണ് 0.25 p²/g2 എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. നമ്മളിപ്പോൾ പറഞ്ഞ മാത്ത് പാറ്റേണിൽ വേണം നെറ്റ് ഏരിയ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നൗ ഇതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്ലേറ്റുകളുടെ കേസാണ്. ഇനി സിംഗിൾ ആംഗിൾസ് വരുന്ന കേസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതും സാധാരണ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. സോ സിംഗിൾ ആംഗിൾസ് ടെൻഷൻ മെമ്പേഴ്സ് ആയി വരുന്ന കേസിൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ക്ലോസ് 6.3.3ൽ പറയുന്നുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ ടേം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം ഈസ് ഫോർ ദ കണക്റ്റഡ് ലെഗ്. നമുക്കറിയാം ഒരു സിംഗിൾ ആംഗിൾ ആണ് ഉപയോഗിക്കുന്നത്. ആ സിംഗിൾ ആംഗിളിലെ 2 ലെഗ്സും നമ്മൾ കണക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതിൽ ഒരു ലെഗ് ആയിരിക്കും നിയറസ്റ്റ് പ്ലേറ്റുമായി കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുന്ന കണക്റ്റഡ് ലെഗ്, ഏത് ലെഗ് ആണോ കണക്ട് ചെയ്യുന്ന ആ ലെഗിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഫസ്റ്റ് ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ANC എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണക്റ്റഡ് ലെഗിന്റെ നെറ്റ് ഏരിയയാണ്. FU എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണക്റ്റഡ് ലെഗിന്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. ഗാമ M1 എന്ന് പറയുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഗാമ M1 1.25 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ രണ്ടാമത്തെ ടേം എന്ന് പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് എന്ന് പറഞ്ഞാൽ ഈ കണക്റ്റഡ് ലെഗ് പോരാഞ്ഞിട്ട് ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ലെഗിന്റെ പ്രോപ്പർട്ടീസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ബീറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മുടെ ആ ക്ലോസിന് താഴെ തന്നെ പറയുന്നുണ്ട്. ബീറ്റയുടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ബീറ്റ ഈസ് ഈക്വൽ 1.4 മൈനസ് 0.076 W/T ഇൻറ്റു FY/FU ഇൻറ്റു BS/LC എന്നുള്ള ടേം ആണ്. ഓക്കെ, അതാണ് അതിൻ്റെ എക്സ്പാൻഷൻ. ഇതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എന്താണെന്ന് നോക്കാം. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ ബീറ്റ കിട്ടുള്ളൂ. അത് ഇൻറ്റു AGO എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ലെഗ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് ലെഗിന്റെ ഗ്രോസ് ഏരിയ ആണ്. ഓക്കെ, ഈ തള്ളി നിൽക്കുന്ന ലെഗിന്റെ ഗ്രോസ് ഏരിയ ആണ്. അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി FY എന്ന് പറയുന്നത് ഈൽഡ് സ്ട്രെങ്ത് ആണ്. ഗാമ MO അത് നമുക്കറിയാം 1.1. ഓക്കെ, നൗ വാട്ട് ഈസ് ബീറ്റ? ബീറ്റ എന്താണെന്ന് നമുക്ക് നോക്കാം. 1.4 മൈനസ് 0.076 ഇൻറ്റു W/T. എന്താണ് W? ഈ ഫിഗറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ IS കോഡിൽ ഇതേ ഫിഗർ കൊടുത്തിട്ടുണ്ട്, അത് റെഫർ ചെയ്യുക. W എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ലെഗ്. ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ലെഗിന്റെ ലെങ്ത് എത്രയാണോ അതാണ് W. ഓക്കെ, ഡിവൈഡഡ് ബൈ T. എന്താണ്? ഈ ലെഗിന്റെ തിക്നെസ് എന്താണ് അത് നമുക്കറിയാം. അത് നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടും, ഈ ലെഗിന്റെ തിക്നെസ്. അല്ലെങ്കിൽ ഈ സെക്ഷന്റെ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. ഓക്കെ, നൗ FY/FU ഈൽഡ് സ്ട്രെങ്തും അൾട്ടിമേറ്റ് സ്ട്രെങ്തും തമ്മിലുള്ള റേഷ്യോ ആണ്. അത് നമുക്ക് ഒന്നെങ്കിൽ അറിയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അസ്യൂം ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നൗ കമ്മിങ് ടു BS എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്, വിച്ച് വി കോൾ ആസ് ദ ഷിയർ ലാഗ് വിഡ്ത്ത്. അപ്പോൾ ഷിയർ ലാഗ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷനും IS കോഡിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ബോൾട്ടഡ് കണക്ഷൻ ആണെങ്കിൽ ഇതുപോലെ BS എന്ന് പറയുന്നത് ഈ കണക്ട് ചെയ്ത പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്ത ബോൾട്ടിന്റെ സെന്ററിൽ നിന്നും
ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ ടിപ്പ് വരെയുള്ള ലെങ്തിനെയാണ് ഈ റെഡ് ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ഒന്നും ആലോചിക്കാനില്ല. അതിൻ്റെ അടുത്ത് തന്നെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ബി എസ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് ഡബ്ല്യു 1 മൈനസ് ടി. അതായത് ഔട്ട്സ്റ്റാൻഡിങ് വിഡ്ത്ത് പ്ലസ് ദിസ് വിഡ്ത്ത്, ഈ വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അത് ക്വസ്റ്റ്യനിൽ തരും, അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുക, മൈനസ് ടി. ടി ഈസ് ദ തിക്നെസ് ഓഫ് ദ ലെഗ്. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷിയർ ലാഗ് വിഡ്ത്ത് കിട്ടും. ഇനി ഇത് ബോൾട്ടഡ് കണക്ഷൻ ആണെങ്കിൽ, ഇൻ കേസ് ഓഫ് വെൽഡഡ് കണക്ഷൻ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു. ഓക്കെ, ഈ ഇക്വേഷൻ പറയുന്നുണ്ട് ബി എസ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു. അഥവാ നമ്മൾ കണക്ഷൻ എവിടെയാണോ, ഇവിടെയാണ് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ വെൽഡ് തൊട്ട് ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ ടിപ്പ് വരെ. ഇവിടെയെന്ന് വെച്ചാൽ ബോൾട്ട് തൊട്ട് ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ ടിപ്പ് വരെയാണ്. ഇവിടെയെന്ന് വെച്ചാൽ വെൽഡ് തൊട്ട് ഔട്ട്സ്റ്റാൻഡിങ് ലെഗിൻ്റെ ടിപ്പ് വരെ. അതിനാണ് ഷിയർ ലാഗ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബി എസ് നമുക്ക് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് എൽ സി? എൽ സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദി എൻഡ് കണക്ഷൻ. That is the distance between the outermost bolts in the end joint measured along the load direction. Okay, നമ്മൾ സീരീസ് ഓഫ് ബോൾട്ടുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ബോൾട്ടും ലാസ്റ്റ് ബോൾട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എൽ സി, ലെങ്ത് ഓഫ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദ തേർഡ് വൺ ഈസ് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ഫെയിലർ മോഡ്സ് ആണ് പഠിച്ചത്. ഒന്ന് ഗ്രോസ് സെക്ഷൻ ഈൽഡിംഗ്, സെക്കൻഡ് ഈസ് നെറ്റ് സെക്ഷൻ റപ്ചർ, ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ ബ്ലോക്ക് ഷിയർ ഫെയിലിയർ. ഈ ബ്ലോക്ക് ഷിയർ ഫെയിലിയറിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. എന്തായാലും നമുക്ക് ഗ്രോസ് സെക്ഷനും നെറ്റ് സെക്ഷൻ ഈൽഡിങ്ങും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ബ്ലോക്ക് ഷിയർ ഡിഫൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ബ്ലോക്ക് ഷിയർ ഫെയിലിയറിനെ ഡിഫൈൻ ചെയ്യുന്നത്? ബ്ലോക്ക് ഷിയർ എന്ന് പറയുന്ന ഒരു വളരെ അസാധാരണമായ ഒരു ഫെയിലിയർ പാറ്റേൺ ആണ്. ഇവിടെ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെ ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ബോൾട്ട് വെച്ചു ഫിക്സ് ചെയ്തേക്കുകയാണ്. ഓക്കെ, ലൈക്ക് ദിസ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഫെയിലിയർ നടക്കുന്നത് ഇങ്ങനെയായിരിക്കും. ദർ ഈസ് എ ഫെയിലിയർ പ്ലെയിൻ ലൈക്ക് ദിസ്, ദെൻ ഇറ്റ് കട്ട്സ് ലൈക്ക് ദിസ്, ആൻഡ് ദെൻ ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഫെയിലിയർ പ്ലെയിനിൽ സംഭവിക്കുന്നത് ഷിയർ ഫെയിലിയർ ആണ്. മറ്റേ ജസ്റ്റ് അഡ്ജസൻറ്റ് ഫെയിലിയർ പ്ലെയിനിൽ നടക്കുന്നത് ടെൻഷൻ ഫെയിലിയർ ആണ്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഈസ് അഗെയിൻ ഷിയർ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കുക, ഇതൊരു ആംഗിൾ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഗസറ്റ് പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു ആംഗിൾ വെച്ച് ലാബ് ജോയിൻ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫെയിലിയർ നടക്കുന്നത് വൺ ഈസ് ഷിയർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടെൻഷൻ. അപ്പോൾ ഇത് ഏതാണ് ഷിയർ, എന്താണ് ടെൻഷൻ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഇതാ നോക്ക്, ഇവിടെ ഒരു പ്ലേറ്റ് രണ്ട് വശത്തേക്ക് ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമുക്കിതൊരു ടെൻഷൻ മെമ്പർ ആണെന്ന് അറിയാം. അപ്പോൾ ഇങ്ങനെയും ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷൻ ഇതാണ് നമുക്കറിയാം. ഈ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷന് പാരലൽ ആയിട്ടുള്ള ഫെയിലിയർ പ്ലെയിനിലായിരിക്കും ഷിയർ ഫെയിലിയർ നടക്കുന്നത്. Okay, if the failure plane is parallel to the direction of application of force, then the failure is by shear. And if the failure plane is perpendicular to the direction of application of force, then the failure is by tension. Okay, ഇത് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് ബ്ലോക്ക് ഷിയർ ഫെയിലിയർ? If shear failure and tension failure are occurring in the same member, ഒരേ മെമ്പറിൽ തന്നെ ടെൻഷൻ ഫെയിലിയറും ഷിയർ ഫെയിലിയറും അടുത്തടുത്ത planes of failure ആയിട്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ we call it block shear failure. Okay, so we define the failure of a member which occurs along a path involving tension on one plane and shear on a perpendicular plane along the fasteners as shown. Okay, ഫാസ്റ്റനറിലൂടെ ആയിരിക്കണം ഈ ഫെയിലിയർ നടക്കുന്നത്. ഇതിപ്പം വെൽഡ് ആണെങ്കിൽ വെൽഡിലൂടെ ആയിരിക്കണം ഫെയിലിയർ നടക്കേണ്ടത്. ബട്ട് വൺ പ്ലെയിനിൽ ഷിയറും പെർപെൻഡിക്കുലർ പ്ലെയിനിൽ ടെൻഷനും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഫെയിലിയറിനെയാണ് ബ്ലോക്ക് ഷിയർ. ദിസ് ഈസ് നോട്ട് എ വെരി കോമൺ കൈൻഡ് ഓഫ് ഫെയിലിയർ, ബട്ട് സ്റ്റിൽ ദേ ഒക്കർ അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. ഇത് ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് ഓർത്തിരിക്കുക. ഇത് ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കാറുണ്ട്. When the bearing strength of the plate as well as the shear strength of the bolt are higher, only fewer bolts are required in connection. Thus, smaller connection length may result in block shear failure. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമുക്ക് ബോൾട്ടഡ് കണക്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു സ്മോളർ കണക്ഷൻ ലെങ്ത് ആയിരിക്കും സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. നമ്മൾ അടുത്തടുത്ത
ബോൾട്ടുകൾ ഉപയോഗിച്ച് കുറേ ബോൾട്ടുകൾ ഉപയോഗിച്ചുള്ള കണക്ഷൻ ആവണമെന്നില്ല. സോ generally in case of smaller connection in which only very few bolts are used, വളരെ കുറച്ച് ബോൾട്ട് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ, അവിടെ ശ്രദ്ധിക്കേണ്ടത് ബോൾട്ടിൻ്റെ ഷിയർ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. ഓക്കെ ഓക്കെ ബോൾട്ടിൻ്റെ ഷിയർ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. പക്ഷെ പ്ലേറ്റിൻ്റെ ബെയറിംഗ് സ്ട്രെങ്തും ചിലപ്പോൾ കൂടുതൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്ട്രെങ്തുകളും കൂടുതലാണെങ്കിൽ നമുക്കറിയാം ഈ ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് കൂടുതൽ, പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണ്. കണക്ഷന് അങ്ങനെയാണെങ്കിൽ വളരെ കുറച്ച് ബോൾട്ടുകൾ ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ, കാരണം സ്ട്രെങ്ത് തന്നെ വളരെ കൂടുതലാണ്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിലാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ഷിയർ ഫെയിലർ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വെൻ ദർ ആർ വെരി ലെസ് നമ്പർ ഓഫ് ബോൾട്ട്സ് യൂസ്ഡ് ഇൻ കണക്ഷൻ. വളരെ കുറച്ച് ബോൾട്ടുകൾ ഉപയോഗിച്ചുള്ള കണക്ഷൻ ആണെങ്കിൽ ബ്ലോക്ക് ഷിയർ ഫെയിലർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമാണോ? അല്ല, ദിസ് മേ ഓൾസോ ഒക്കർ വെൻ ബോൾട്ട്സ് ആർ ക്ലോസ്ലി സ്പേസ്ഡ്. വളരെ കുറച്ച് ബോൾട്ടും അതുപോലെ തന്നെ ഇവയെ വളരെ ക്ലോസർ ആയിട്ടുള്ള പ്രോക്സിമിറ്റിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ, വളരെ അടുത്തടുത്താണ് ഈ ബോൾട്ടുകൾ കൊടുക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ ബ്ലോക്ക് ഷിയർ ഫെയിലർ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഓർത്തിരിക്കുക, രണ്ട് രീതിയിലാണ് ഫെയിലർ നടക്കുന്നത്. ഒന്ന്, if the connection is if the connection length is very very small, ഫസ്റ്റ് ബോൾട്ടും ലാസ്റ്റ് ബോൾട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കാം, അല്ലേ? അല്ലെങ്കിൽ രണ്ട് ബോൾട്ട് തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കും? ബ്ലോക്ക് ഷിയർ ഫെയിലിയർ ക്യാൻ ഓക്കർ. ഇനി പേരിൽ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് ഷിയർ ഫെയിലിയർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പീസ് ഓഫ് മെറ്റീരിയലാണ്, ഒരു ബ്ലോക്ക് ഓഫ് മെറ്റീരിയൽ തന്നെ ഇതിൽ നിന്നും വേർപെട്ടു പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ബ്ലോക്ക് ഷിയർ സംഭവിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു ദർ ഇസ് എ ഷിയർ ഫെയിലിയർ ആൻഡ് ദർ ഇസ് എ ടെൻഷൻ ഫെയിലിയർ. അപ്പോൾ ഷിയർ ഫെയിലിയർ നടന്ന് ടെൻഷൻ ഫെയിലിയറും കൂടെ നടക്കുമ്പോൾ ഇത് ഒരു പീസാവും, ഇതിൻ്റെ തന്നെ മറ്റൊരു ഭാഗം വേറൊരു പീസാവും. അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഓഫ് മെറ്റീരിയൽ ഈസ് ഗെറ്റിംഗ് റിമൂവ്ഡ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവിടെ നോക്കുക, ഇതിപ്പം ബോൾട്ടഡ് കണക്ഷൻ ആണെന്ന് പറയാം, ഇതാണ് വെൽഡഡ് കണക്ഷൻ ആണ്. ഇവിടെ വെൽഡഡ് കണക്ഷനിൽ ഈ ഗസറ്റ് പ്ലേറ്റിന്റെ മുകളിൽ ഒരു ആംഗിൾ വെച്ച് ഇങ്ങനെ വെൽഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഓക്കെ, പക്ഷേ ബ്ലോക്ക് ഷിയർ സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എ പാർട്ട് ഓഫ് ദ ഗസറ്റ് പ്ലേറ്റ് വാസ് ഓൾസോ കട്ട് അവേ വിത്ത് ദിസ് ആംഗിൾ. ഓക്കെ, അങ്ങനെ റിമൂവ് ആയി പോയി. ഓക്കെ, ഈ ഫിഗറിൽ കാണുന്ന പോലെ. അപ്പോൾ block of material is getting removed, we call it block shear failure. Now, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കുറച്ച് ന്യൂമറിക്കൽ എക്സാമ്പിൾസും കൂടെയാണ് പഠിക്കുന്നത്.